ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബീഫ് വരട്ടിയത് ഉണ്ടാക്കാനായിട്ട് 1 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി ഞാനൊരു കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പൊ ഇനി പൊടികളൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. അപ്പൊ ഞാനിവിടെ 2 പച്ചമുളക് 2 പീസായി കട്ട് ചെയ്താണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കണം കേട്ടോ. ഒരു പിഞ്ച് ചെറിയ ജീരകം, കുറേ ഒന്നും വേണ്ട, ഒരു പിഞ്ച് മതി. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല. പിന്നെ ഇതിലോട്ട് വേണ്ടത് ഞാനിവിടെ 3 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതുപോലെ ചെറിയൊരു വെളുത്തുള്ളി, പിന്നെ 2 പിടി ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയുള്ളിയാണ് ഇതിലേക്ക് കൂടുതലായിട്ട് ചേർക്കുന്നത്. സവാളയോ തക്കാളിയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇടികല്ലിലിട്ട് ചതച്ചെടുത്താൽ മതി കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അരഞ്ഞു പോവും. ഒത്തിരി അരയേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ഇത് ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചതച്ചെടുത്താൽ മതി കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളി. അപ്പൊ നമുക്ക് ഇനി ഇത് ബീഫിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ വിനാഗിരി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകവും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും തന്നെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. പൊടിച്ചെടുക്കണ്ട കേട്ടോ, പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ നമുക്കിപ്പോൾ ഇതിലോട്ട് ചേർക്കാം. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസും ബീഫൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരണം. പിന്നെ നമ്മളിത് വേവിക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, ബീഫ് വേവാനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഇതിലോട്ട് 2 ചെറിയ കഷ്ണം കറുവപ്പട്ട ചേർക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിലോട്ട് ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല, അതിന് പകരം കറുവപ്പട്ടയുടെ 2 ചെറിയ പീസ് മാത്രമാണ് ചേർത്തത്. ഞാനിപ്പോൾ ഇവിടെ ബീഫ് വേവിക്കുന്നത് ഹൈ ഫ്ലെയിമിലിട്ടൊരു 6 വിസിൽ വരുന്നത് വരെയാണ്. അപ്പൊ കുക്കറിലെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബീഫൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ഓവറായിട്ട് വേവണ്ട കേട്ടോ, കാരണം നമ്മൾ ഇനി ഇതിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുമ്പോൾ ബീഫ് ഒന്നും കൂടെ വേവും. പിന്നെ ഓരോരുത്തരുടെയും കുക്കറിനനുസരിച്ച് ബീഫ് വേവിക്കുന്ന സമയത്തിലും വിസിലും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നമുക്കിതൊരു പാനിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. നമ്മളൊരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് ബീഫ് വേവിച്ചത്. ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി മാത്രമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി ബീഫ് ഇതിലോട്ട് ചേർത്തിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ബീഫിലെ ഗ്രേവിയൊക്കെ വറ്റിക്കാൻ. എന്നാൽ പെട്ടെന്ന് തന്നെ ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വന്നോളും. പിന്നെ നമ്മൾ സാധാരണ ബീഫ് വരട്ടിയതിൽ നിന്ന് നമ്മുടെ ബീഫ് വരട്ടിയതിനെ സ്പെഷ്യലാക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇനിയാണ് കേട്ടോ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കട്ടെ, അതിനുശേഷം വേണം നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർക്കാൻ. അപ്പോൾ ഗ്രേവി വറ്റിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ബീഫിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം കേട്ടോ, വിട്ടു പോകാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ ഒരു പരിവായി വന്നിട്ടുണ്ട് കേട്ടോ ബീഫ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം കേട്ടോ. നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളകും വലിയ ജീരകവും ബാക്കിയുള്ളതൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നല്ല എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 1/2 ടേബിൾ സ്പൂൺ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇലകൾ ചേർക്കണം. ഞാനിവിടെ കസൂരി മേത്തി എടുത്തിട്ടുണ്ട്, ഒരു 1.5 ടേബിൾ സ്പൂണോളൊക്കെ വരും കേട്ടോ. പിന്നെ കുറച്ച് പുതിനയില, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ ഇതൊക്കെ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് വരട്ടിയത് വേറൊരു ലെവലായിരിക്കും. അപ്പോൾ എല്ലാവരും ഇനി ബീഫ് വരട്ടിയതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുറച്ച് മതി, അധികം ഒന്നും ചേർക്കണ്ട. കറിവേപ്പിൻ്റെ ഇല കുറച്ച് കൂടുതൽ ചേർക്കാട്ടോ. അതുപോലെ മല്ലിയിലയും പുതിനയിലയും കുറച്ച് ചേർത്താൽ മതി. കസൂരി മേത്തിയും കുറച്ച് ചേർത്താൽ മതി. കസൂരി മേത്തി എന്ന് പറയുന്നത് ഉലുവയിൽ ഉണക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. നമ്മളൊരു പാക്കറ്റൊക്കെ വാങ്ങി വെച്ചാൽ ഒത്തിരി കാലം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇലകളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സ്പൈസി ആയി ചൂടോടുകൂടി കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇനിയിപ്പോൾ അത്ര സ്പൈസി വേണ്ടാന്നുണ്ടെങ്കിൽ കുരുമുളകൊക്കെ കുറച്ച് കുറച്ചാൽ മതി.
പിന്നെ നമ്മൾ ഇതിലോട്ട് തക്കാളിയോ സവാളയോ ഒന്നും ചേർത്തിട്ടില്ല. പുളിക്ക് വേണ്ടി വിനാഗിരിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണ്ട. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് വരട്ടിയത് കണ്ടില്ലേ, കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് ഷൈജയുടെ റെസിപ്പിയാണിത്. അപ്പോൾ അവൾ പറഞ്ഞു തന്ന പോലെ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നാളെ മറ്റൊരു അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു, താങ്ക് യു.